ഞാൻ ഹൈദരാബാദിൽ നിന്ന് മധ്യപ്രദേശ് പോണ സമയത്ത് ഏകദേശം ഒരു ദിവസം 1000 കിലോമീറ്ററാണ് കവർ ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് വണ്ടി വളരെ സ്മൂത്തായിട്ട് തന്നെ പോയി. ശരിക്കും എഞ്ചിൻ ഒട്ടും മടുത്തില്ല, ഞാൻ മാത്രമേ മടുത്തുള്ളൂ. അപ്പോൾ എൻ്റെ പേര് ജിറ്റോ, ഞാൻ HR ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ട്രാവലൊക്കെയും ചെയ്യുക, ട്രാവൽ വീഡിയോസൊക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെ കുറേ ദൂരമുള്ള ഡിസ്റ്റൻസൊക്കെയും ട്രാവൽ ചെയ്യുക, അതിന് വീഡിയോസ് ഇടാം. അപ്പോൾ അതൊക്കെ ഇടാനായിട്ടൊരു കുഞ്ഞൊരു ചാനലുണ്ട്, ഒരു ട്രാവൽ വ്ളോഗും അതുപോലെ തന്നെ ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ ഇടാനായിട്ടൊരു കുഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ ചാനലിൻ്റെ പേര് ജിറ്റോസ് ജീവൻ എന്നാണ്. അപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഞാൻ എക്സ്പൾസ് സ്റ്റുഡൻറ്റ് എടുത്തു. എക്സ്പൾസ് സ്റ്റുഡൻറ്റ് എടുത്തതിന് ശേഷം നേരെ കേരളയിൽ നിന്ന് കാശ്മീർ പോയി. കാശ്മീർ പോയതിന് ശേഷം അങ്ങനെ ഒരു 45 ദിവസത്തിൻ്റെ ഒരു സോളോ ട്രാവലിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ കാശ്മീർ പോകുന്ന സമയത്ത് മെയിൻലി ഞാൻ ഉംലിംഗ്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ പാസ്സായ ഉംലിംഗ്ല പോയി. അതുപോലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ്സായ കാർദുങ്ങിൽ പോയി. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞായിരുന്നു. മഞ്ഞ് കാരണം തന്നെ പോകാനായിട്ട് ഭയങ്കര പാടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡൊക്കെ പോകാനായിട്ട് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ആയ ഒരു സർവീസ് മെഗാ മോട്ടോഴ്സിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ എൻ്റെ 18,000 കിലോമീറ്റർ ആയ ഒരു 4 സർവീസ് മെഗാ മോട്ടോഴ്സിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഫസ്റ്റ് സർവീസിന് മുമ്പ് എഞ്ചിൻ ഹീറ്റിംഗ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സർവീസിന് ശേഷം നല്ല രീതിയിൽ എഞ്ചിൻ ഹീറ്റിംഗ് വണ്ടിയുടെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് സർവീസ് ഇവിടെ നിന്ന് ചെയ്തേ. സെക്കൻഡ് സർവീസിന് ശേഷം നേരെ കാശ്മീരിലേക്ക് പോയി. അപ്പോൾ കാശ്മീർ വെച്ചിട്ട് ശ്രീനഗറിൽ വെച്ചിട്ടാണ് എൻ്റെ തേർഡ് സർവീസ് ചെയ്തത്. അപ്പോൾ ശ്രീനഗറിൽ തേർഡ് സർവീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഏകദേശം ഒരു 6000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സർവീസ് വരുന്നത്. അപ്പോൾ ഞാൻ കാശ്മീർ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് ശ്രീനഗറിൽ വെച്ചിട്ട് എൻ്റെ തേർഡ് സർവീസ് ചെയ്തത്. അപ്പോൾ 200 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം എൻ്റെ ഒരു 3500-4000 കിലോമീറ്ററിലാണ് ഇതിൻ്റെ സർവീസ് ഗ്യാപ്പ് വരുന്നത്. പക്ഷേ 210-നാണെങ്കിൽ ഏകദേശം സർവീസ് ഗ്യാപ്പ് വരുന്നത് ഏകദേശം 6000 കിലോമീറ്റർ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടൂറിങ്ങിന് എന്ന രീതിയിൽ നല്ല ലോങ് ഡിസ്റ്റൻസ് പോയാലും അത് കഴിഞ്ഞിട്ട് മതി നെക്സ്റ്റ് സർവീസ് ചെയ്യൽ. എക്സ്പൾസ് സ്റ്റുഡൻറ്റ് എടുത്തതിന് ശേഷം അത്യാവശ്യത്തിന് കുറേ കിലോമീറ്റർ ഏകദേശം കവർ ചെയ്തു. പക്ഷേ ഏറ്റവും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒട്ടും മടുക്കുന്നില്ല. കാരണം എഞ്ചിൻ അത്രയ്ക്കും നല്ലൊരു എഞ്ചിനാണ്. ഞാൻ ഏകദേശം നല്ല ലോങ് ഡിസ്റ്റൻസും മലയും ഒക്കെ അങ്ങോട്ട് കയറിപ്പോയി. അത്രയ്ക്കും മലയും കാടും ഒക്കെയും കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എഞ്ചിന് ശരിക്കും ഒരു മടുപ്പേ ഫീൽ ചെയ്യുന്നില്ല. ഏതാണ്ട് ഇനിയും പൊക്കോ എന്നുള്ളൊരു ഫീലായിരുന്നു. ഞാൻ ഹൈദരാബാദിൽ നിന്ന് മധ്യപ്രദേശ് പോണ സമയത്ത് ഏകദേശം ഒരു ദിവസം 1000 കിലോമീറ്ററാണ് കവർ ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് വണ്ടി വളരെ സ്മൂത്തായിട്ട് തന്നെ പോയി. ശരിക്കും എഞ്ചിൻ ഒട്ടും മടുത്തില്ല, ഞാൻ മാത്രമേ മടുത്തുള്ളൂ. ഒരു ദിവസം 1000 കിലോമീറ്റർ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷേ വണ്ടി വളരെ സ്മൂത്തായിട്ട് പോയി. ഇടയ്ക്ക് പക്കയായിട്ട് ലൂബ് ചെയ്ത് പോയാൽ മതി. പക്ഷേ എനിക്കാണ് മൊത്തം മടുപ്പുണ്ടായത്. വണ്ടി വാസ് പക്ക പെർഫെക്റ്റ്. നമ്മൾ ഫ്രണ്ട്സായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സായിട്ടുള്ള ബോണ്ടിങ്ങാണ് ഏറ്റവും കൂടുതൽ കൂടുന്നത്. പക്ഷേ സോളോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ അവിടുത്തെ നാട്ടുകാരും നാട് കാണുകയും ആ നാട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സംഭവമാണ് നമുക്ക് ശരിക്കും സോളോ ട്രാവലിൽ ശരിക്കും കിട്ടുന്നത്. ഈ ഒരു സോളോ റൈഡിൽ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയായിട്ട് ശരിക്കും നല്ല രീതിയിൽ ബോണ്ട് ചെയ്യാൻ പറ്റി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ വണ്ടിയായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റി. വണ്ടിയുടെ ഏത് സൗണ്ടും ഏത് മൈന്യൂട്ട് സൗണ്ട് പോലും നമുക്ക് എന്താണ് വണ്ടിക്ക് ഒരു ചേഞ്ച് വരുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ പോലും ചേഞ്ച് ആവുന്ന ടൈം ആകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ബോണ്ടിങ് വണ്ടിയായിട്ട് കിട്ടും. പിന്നെ സോളോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്ക് പുതിയ ആൾക്കാരോട് സംസാരിക്കാം. നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി എല്ലാ സൈഡിലെയും ആൾക്കാരുടെ കൾച്ചേഴ്സൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാ സൈഡിലുമുള്ള ആൾക്കാരുടെ ഒരു ഡിഫറെൻറ്റ് കൾച്ചേഴ്സൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതനുസരിച്ചിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എക്സ്പൾസ് സ്റ്റുഡൻറ്റ് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഡെയിലി യൂസിന് കൊണ്ടുപോകുന്ന സമയത്ത് സിറ്റിയിൽ പോകാനായിട്ട് അത്യാവശ്യം ഭയങ്കരമായിട്ട് കംഫർട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സീറ്റ് ഭയങ്കര കുഷിനിയാണ്. അത്യാവശ്യം നല്ല കുഷിനിയായിട്ടുള്ള സീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ട്രാഫിക്കിലൊക്കെ പെട്ട് കിടക്കുന്ന സമയത്ത് ഒട്ടും മടുക്കൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടിയും ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഡെയിലി യൂസിന് കൊണ്ടുപോകാനായിട്ട് അത്യാവശ്യം നല്ല പവർ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പവർ ഔട്ട്പുട്ടാണ് വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ട്രാഫിക്കും ഡെയിലി യൂസിനൊക്കെയും ഏകദേശം ഒരു പറ്റിയ വണ്ടിയാണിത്. അതുപോലെ തന്നെ സീറ്റും അതുപോലെ തന്നെ വളരെ കംഫർട്ട് ആയതുകൊണ്ട് തന്നെ പില്ലിയനാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടുള്ളത്. എന്നുവെച്ചാൽ സീറ്റിൻ്റെ കുഷിനി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടുള്ളത് പില്ലിയനാണ്. സോ അത് ആ രീതി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഡെയിലി യൂസിന് ഒരു അടിപൊളി വണ്ടിയാണ്. ഈ ഒരു സോളോ ട്രാവലിൽ കുറേ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഉണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഏറ്റവും മഞ്ഞുള്ള നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ കൂടെ പോയി. അതിനുശേഷം മണൽ ഏറ്റവും ചൂടുള്ള താർ ഡെസേർട്ട് നമ്മുടെ
രാജസ്ഥാൻ മരുഭൂമിക്കോടൊക്കെയും ഏകദേശം വണ്ടി കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഏറ്റവും കോൾഡും ഏറ്റവും ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റിൽ കൂടെയൊക്കെയും പോയി ഏകദേശം താർ ഡെസേർട്ടിൽ കൂടെ തന്നെ ഞാൻ എക്സ്പ്രസ് ടൂട്ട് ഏകദേശം കയറ്റി കൊണ്ടുപോകാൻ നോക്കി. എന്നിട്ട് കുറച്ചൊക്കെ കവർ ചെയ്തു. പക്ഷെ അതിനുശേഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ടൂട്ടിന് ഓഫ് റോഡിന് വണ്ടിയാണെങ്കിലും മരുഭൂമിക്കൂടെ ഒരു ബൈക്ക് പോലും പോവാത്ത ഒരു സിറ്റുവേഷനിൽ ഞാൻ ബൈക്ക് വരെ എടുത്തിട്ട് താർ ഡെസേർട്ടിൽ കൂടെ കയറി കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തു. ഗുജറാത്ത്, രാജസ്ഥാൻ, പൂനെ, മധ്യപ്രദേശ്, അതുപോലെ ശ്രീനഗർ, അങ്ങനെ കുറേ സ്റ്റേറ്റുകൾ കവർ ചെയ്തു. അങ്ങനെ കുറേ സ്റ്റേറ്റുകളും കവർ ചെയ്തു. അവിടുത്തെ ആൾക്കാരുടെ കൾച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഒരു സോളോ ട്രാവലിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സർവൈവലാണ്. ഇപ്പോൾ ടെൻ്റ് അടിച്ച് രാത്രി സ്റ്റേ ചെയ്യുക, എല്ലാ പെട്രോൾ പമ്പിൽ ഇടയ്ക്കൊക്കെ ഇരുന്നിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ടെൻ്റ് അടിച്ച് രാത്രി സ്റ്റേ ചെയ്യുക, അങ്ങനെ ഒരു സർവൈവലാണ് ശരിക്കും ഒരു സോളോ ട്രാവൽ.